നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ആയുഷ് മാത്ര റൂൾഡ് ഔട്ട് ആവുന്നു എന്ന് പറഞ്ഞാൽ IPL CSKക്ക് അതൊരു വമ്പൻ തിരിച്ചടിയാണ്. 201 റൺസാണ് ഇതുവരെയുള്ള കളികളിൽ നിന്ന് അദ്ദേഹം അടിച്ചിരുന്നത്. 170 മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് പയ്യൻ മിന്നിക്കത്തിയിരുന്നത്. അവൻ പുറത്താകുമ്പോൾ അവന് പകരം ആര് എന്ന ചോദ്യമുണ്ട്. ഉർവിൽ പട്ടേലിനെ നേരെ പ്ലെയിൻ 12 കൊണ്ടുവരാനാണ് സാധ്യത. എന്തായാലും അവൻ്റെ റീപ്ലേസ്മെൻറ്റ് താരമായിട്ട് ആര് വരും? ഇപ്പോൾ ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. 5 താരങ്ങളുടെ ഒരു ലിസ്റ്റ്, ഒരു പൊട്ടൻഷ്യൽ റീപ്ലേസ്മെൻ്റ് ആയിട്ട് CSKയുടെ മുന്നിലേക്ക്. ഒരാൾ ദീപക് ഹൂഡയാണ്. ദീപക് ഹൂഡ നമുക്കറിയാം, 2026 മിനി ഓപ്ഷനിൽ അദ്ദേഹം അൺസോൾഡായി പോയി. 2025 IPL അദ്ദേഹം സ്ക്വാഡിനോടൊപ്പം ഉണ്ടായിരുന്നു, CSK സ്ക്വാഡിനോടൊപ്പം ഉണ്ടായിരുന്നു. 1.7 കോടിക്കാണ് അന്ന് CSK എടുത്തത്. മോശം പ്രകടനമായിരുന്നു. 7 കളികളിൽ നിന്ന് 31 റൺസ്. പക്ഷേ അതൊക്കെ പറയുമ്പോഴും ഹൂഡക്ക് വളരെ വാല്യബിളായിട്ടുള്ള IPL എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹത്തിന് മിഡിൽ ഓർഡറിൽ കളിക്കാൻ പറ്റും. തീർച്ചയായിട്ടും CSKക്ക് ഒരു പ്രാക്ടിക്കൽ ഓപ്ഷൻ എന്ന നിലയിൽ പരിഗണിക്കാവുന്നയാളാണ് ദീപക് ഹൂഡ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ സ്വസ്തിക് ചിക്കാരയാണ്. സ്വസ്തിക് ചിക്കാര റൈറ്റ് ഹാൻഡഡ് ഓപ്പണിംഗ് ബാറ്ററാണ്, ഉത്തർപ്രദേശിൻ്റെ താരമാണ്. കറൻ്റ്ലി അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഫ്രീ ഏജൻ്റാണ്. ഒരു സ്ട്രോങ് കണ്ടൻഡറായിട്ട് അദ്ദേഹം ഉണ്ട് എന്ന് തന്നെ പറയണം. അഗ്രസീവ് അപ്രോച്ചാണ് പവർ പ്ലേയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. തീർച്ചയായിട്ടും ഒരു പൊട്ടൻഷ്യൽ റീപ്ലേസ്മെൻ്റ് ആയിട്ട് തന്നെ അദ്ദേഹത്തെ കാണാം. ഇപ്പോൾ നമുക്കറിയാം, അദ്ദേഹം 2026 മാർച്ചിൽ അയോധ്യ പ്രീമിയർ ലീഗിൽ ഗോമതി തണ്ടേഴ്സിന് വേണ്ടി 69 പന്തുകളിൽ നിന്ന് 195 റൺസ് അടിച്ച് നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് എന്ന കാര്യം നോക്കണം. RCBയുടെ കഴിഞ്ഞ തവണത്തെ കിരീടം ചൂടിയ സ്ക്വാഡിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ ഒരു കളി പോലും അദ്ദേഹം കളിച്ചിട്ടില്ല. ഏതായാലും ഇപ്പോൾ സ്വസ്തിക് ചിക്കാര CSKക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെയുള്ള ഓപ്ഷൻ അഥർവ ടൈഡയാണ്. ഈ കഴിഞ്ഞ ഓപ്ഷനിൽ അഥർവ ടൈഡ അൺസോൾഡ് ആയിരുന്നു. വിദർഭയുടെ ക്യാപ്റ്റൻ. തീർച്ചയായിട്ടും നല്ല ഒരു ബാറ്ററാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അവരെ കഴിഞ്ഞ വിജയ് ഹസാരെ ട്രോഫിയിൽ കിരീടത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. മാച്ച് വിന്നിംഗ് ഇന്നിങ്സ് സൗരാഷ്ട്രക്കെതിരെ 128 റൺസാണ് ഫൈനലിൽ അടിച്ചത്. പ്രീവിയസ്ലി അദ്ദേഹം പഞ്ചാബ് കിങ്സിന് വേണ്ടിയിട്ടും സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയിട്ടുമൊക്കെ കളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് CSKക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മനൻ വോഹ്രയാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടോപ്പ് ഓർഡർ ബാറ്ററാണ്. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ അൺസോൾഡായി 2026 മിനി ഓപ്ഷനിൽ. ഇപ്പോൾ IPL കറണ്ട് സീസണിൽ കളിക്കുന്നില്ലെങ്കിലും ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ ചണ്ഡീഗറിൻ്റെ ക്യാപ്റ്റൻ മികച്ച രൂപത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. മാർച്ചിൽ അദ്ദേഹം 10,000 റൺസ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അക്രോസ് ഓൾ ഫോർമാറ്റ്സ് മറികടന്നുകൊണ്ട് പുതിയൊരു മൈൽ സ്റ്റോൺ മറികടക്കുകയും ചെയ്തിരുന്നു. ഏതായാലും CSKക്ക് അവരുടെ ടോപ്പ് ഓർഡർ സ്ട്രെങ്തൻ ചെയ്യാൻ വേണമെങ്കിൽ മനൻ വോഹ്രയെ വിളിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ പിന്നെയുള്ളൊരു ഓപ്ഷൻ യാഷ്ഡുലാണ്. യാഷ്ഡുൽ നമുക്കറിയാം 2026 ഓപ്ഷനിൽ അദ്ദേഹവും അൺസോൾഡ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നല്ല ഫോമിൽ തന്നെയാണ്. 2024 ഒരു മേജർ ഹാർട്ട് സർജറിയൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ വരുന്നത്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നല്ല പെർഫോമൻസാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇപ്പം IPL ആണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയിട്ട് അദ്ദേഹം കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ മികച്ച പ്രകടനമായിരുന്നില്ല. 4 കളിയിൽ നിന്ന് 16 റൺസാണ് അടിച്ചിരുന്നത്. പക്ഷേ ഒരു സ്ട്രോങ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തെ കൊണ്ടുവരികയാണെങ്കിൽ CSKക്ക് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ആസ് ആൻ ഇഞ്ചുറി റീപ്ലേസ്മെൻറ്റ് എന്ന രൂപത്തിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. എന്തായാലും ഈ താരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ CSKയുടെ മുന്നിലുള്ള ഓപ്ഷൻസ്. ഇനി അതല്ല മറ്റാരെങ്കിലും കൊണ്ടുവരുമോ എന്നുള്ളതും കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.